ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഇല്ലുസ്ട്രേഷൻ നമുക്ക് ചെയ്തു നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ വിച്ച് ഇസ് ഇറ്റ് 4. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 നോക്കാം. എന്താണ് പറയുന്നത്? എ ലിമിറ്റഡ് അക്വയർഡ് 70% ഇക്വിറ്റി ഷെയർ ഓഫ് ബി ലിമിറ്റഡ് ഓൺ 1st April 2021 at a cost of 10 lakh when a B limited had an equity share capital of 10 lakh and reserves and surplus of 80,000. Okay. In the following consecutive years, B limited fared അല്ല faced എന്നാണ് കേട്ടോ, faced badly and suffered losses of 2,50,000, 4 lakh, 5 lakh, 1,20,000 respectively. Thereafter, in 2025 and 26, B Limited experienced turnaround and registered an annual profit of 50,000. In the next 2 years, 26-27 and 27-28, B Limited recorded annual profit of 1 lakh and 1,50,000 rupees respectively. Show the minority interest and cost of control at the end of each year for the purpose of consolidation. Okay, ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ദി ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ്റെ ഫസ്റ്റ് ഇയറിൽ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? സ്റ്റെപ്പ് നമ്പർ 1 to 9 ചെയ്താൽ മതി. 10 ചെയ്യണ്ട, 1 to 9 ചെയ്താൽ മതി. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 1 to 9 ആദ്യം അങ്ങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഫോർമാറ്റ് ഉണ്ട്. ഇത് പ്രസൻറ്റേഷൻ ക്രൈറ്റീരിയ ആണ്, പക്ഷെ നമ്മൾ പഠിച്ചതിന് ഒന്നുപോലും നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലുസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഫോർമാറ്റ് എങ്ങനെ നമുക്ക് പ്രസൻറ്റബിൾ ആക്കാമെന്നുള്ളത്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രസൻറ്റേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രസൻറ്റേഷൻ ഞാൻ കാണിച്ചു തരാം, പക്ഷേ പഠിച്ച കോൺസെപ്റ്റ്സിൽ നിന്ന് ഒന്നുപോലും ഞാൻ മാറുന്നില്ല. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദാറ്റ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇല്ലുസ്ട്രേഷൻ 4, isn't it? ഇല്ലുസ്ട്രേഷൻ 4. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? എ ലിമിറ്റഡിൻ്റെ എത്രയാണ് അക്വിസിഷൻ വന്നിരിക്കുന്നത്? 70%. സെക്കൻഡ് സ്റ്റെപ്പ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര വന്നിരിക്കുന്നത്? 30%. മൂന്നാമത്തത് ഡേറ്റ് ഓഫ് അക്വിസിഷൻ ബിഗിനിങ് ആയിട്ടുള്ള രീതിയിൽ അത് എത്ര വന്നിരിക്കുന്നത്? എപ്പോഴാണ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ? 1st April 2021. 1st April 2020 X1. ഞാൻ 20X1 എന്ന് എഴുതാം. ഓക്കെ, 20X1. നാലാമത്തത് ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ 1st April 31st March 20X2. ഓക്കെ, 31st March 20X2, ഒരു ഹോൾ ഇയർ. അപ്പോൾ X1 X2 അതാണ് ഈ പീരിയഡിൻ്റെ പേരായിട്ട് നമ്മൾ ഇടുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി അടുത്തത് അനാലിസിസ് ഓഫ് റിസർവ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെടുക്കുക, ദെൻ റൈറ്റ് കോളം ഓവർ ഹിയർ. ഓക്കെ, ഒറ്റ കോളം മതി. ക്വസ്റ്റ്യൻ പ്രകാരമായിട്ട് ആകെ ഒരു റിസോഴ്സ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. പർട്ടിക്കുലേഴ്സ്, പ്രീ, പോസ്റ്റ് ആൻഡ് വാട്ട് വാസ് ദ റിസോഴ്സ് ഓ കോൾഡ്? റിസോഴ്സ് ആൻഡ് സർപ്ലസ് എന്ന് തന്നെ പേരിട്ടുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് ഇടാം റിസോഴ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, വെൽ ആൻഡ് ഫൈൻ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്പണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. 1st April X1, 1st April തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ 1st April എന്ന് എഴുതാം. എത്രയാണ് 1st April തന്നിരിക്കുന്നത്? റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് 80,000. സോ അത് ഒരു ടൈം ഗ്രാഫ് നമ്മൾ മനസ്സിലങ്ങ് വരയ്ക്കുക. എന്തായാലും മനസ്സുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം, എൻ്റെ മനസ്സ് ഞാൻ ഇവിടെ കാണിക്കാം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ആവശ്യമില്ല. 1st April to 31st March. ഓക്കെ, 1st April 80,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ ഡേറ്റ് ഓഫ് അക്വിസിഷനാണ്. അപ്പോൾ 80,000 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഏൺഡ് ബിഫോർ ഡേറ്റ് ഓഫ് അക്വിസിഷൻ, റൈറ്റ്? സോ എവറിത്തിങ് വിൽ ബി ഗോയിങ് ഇൻ ടു പ്രീ, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, പ്ലസ് ഡ്യൂറിങ് അല്ലെങ്കിൽ മൈനസ് ഡ്യൂറിങ് എന്നിടുക. 1st April to 31st March. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് സഫേർഡ് ഇൻ 4 consecutive years. It faced badly and suffered losses of 2,50,000. അപ്പോൾ 2,50,000 അവർ ലോസ് ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് വാട്ട്? ദ ഹോൾ 2,50,000 വിൽ ബി ഗോയിങ് ഇൻ ടു പോസ്റ്റ്. ദ ഹോൾ 2,50,000 വിൽ ബി ഗോയിങ് ഇൻ ടു പോസ്റ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ
80,000 എന്ന് പറയണത് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് വർത്ത് കമ്പ്യൂട്ടേഷൻ എടുക്കും. 2,50,000 റുപ്പീസ് ലോസ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, 70% നമ്മൾ എന്ത് ചെയ്യും, കൺസോളിഡേറ്റഡ് P&L കാണിക്കും. 30% നമ്മൾ എന്ത് കാണിക്കും, മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ കാണിക്കും. ഓക്കെ, ദിസ് ഇസ് വാട്ട് വി ബി ഗോയിങ് വിത്ത് ദിസ്. ഓക്കെ, അതാണ് ചെയ്യുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ കാണിക്കും. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് നമ്പർ 5 കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 6 എന്താണ് പറയണത്, പർച്ചേസ് കൺസിഡറേഷൻ. എനിക്ക് തന്നെ ഒരു കളി പോയ പോലെ ഉണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ് വരുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ് വന്നിരിക്കുന്നത്, അറ്റ് എ കോസ്റ്റ് ഓഫ് 10 lakh. ഇപ്പോൾ 10 lakh റുപ്പി കൊടുത്തിട്ട് മേടിച്ചു, 10 ലക്ഷം രൂപ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 7 നെറ്റ് വർത്ത്. ഓക്കെ, നെറ്റ് വർത്ത് അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ അതും ഉണ്ടല്ലോ, അറ്റ് ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ 10 lakh പ്ലസ് പ്രീ റിസർവ്സ്, അത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 5 ചെയ്തിട്ടുണ്ട്. അത് എത്രയാണ് വന്നിരിക്കുന്നത്, പ്രീ റിസർവ്സ് 80,000. സോ ദ ടോട്ടൽ നെറ്റ് വർത്ത് is 10,80,000. Is it clear? I hope so. സ്റ്റെപ്പ് നമ്പർ 8 എന്താണ്, നെറ്റ് വർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് സ്റ്റെപ്പ് നമ്പർ 8 വരുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ. ഇത് 20x1x2 ഇതിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ഡേറ്റ് ഓഫ് അക്വസിഷൻ അത് എത്രയാണ് വന്നിരിക്കുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ഡേറ്റ് ഓഫ് അക്വസിഷൻ ലിമിറ്റേക്ക് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് വർത്ത് എത്രയാണ് വന്നിരിക്കുന്നത്, 10,80,000. 10,80,000 ഇൻറ്റു എത്ര, 30%. അത് എത്രയാണ്, 10,80,000 ഇൻറ്റു 30%, ദാറ്റ് കംസ് ടു 3,24,000 പ്ലസ് പോസ്റ്റ് റിസർവ്സ്. അത് മൈനസ് ആണ് ശരിക്കും വരുന്നത്, ലോസ് ആണ്. So we will be gaping in the loss over here. 2,50,000 into 30%. 2,50,000 into 30%. That comes to negative 75,000. Negative 2,50,000 into 70%. That comes to 75,000. That comes to 3,24,000 minus 75,000. That comes to 2,49,000. ഇതാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ഫോർ ദ പീരിയഡ് 20x1x2. ഓക്കെ, 2,49,000. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 9. സ്റ്റെപ്പ് നമ്പർ 9 പറയണത് എന്താ, സ്റ്റെപ്പ് നമ്പർ 9 സോറി ഞാൻ എന്തിനാണ് ഈ പേജ് എടുക്കുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇനി അടുത്ത് കോസ്റ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് കൺട്രോൾ, കോസ്റ്റ് ഓഫ് കൺട്രോൾ എടുക്കേണ്ടത്. ഞാൻ എത്രക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, I purchased it for 10 lakh. Yes or no? For 70% ഷെയർ. അപ്പോൾ ആ നെറ്റ് വർത്ത് ഷെയറും കൂടി ഞാൻ കണ്ടുപിടിക്കണമല്ലോ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം, 10,80,000 ഇൻറ്റു 70%. 10,80,000 ഇൻറ്റു 70%. ദാറ്റ് കംസ് ടു 7,56,000. 10 lakh minus 7,56,000. That comes to see 2,44,000. ഇത് ഗുഡ് വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ ആദ്യം നോക്കുന്നതിന് മുന്നേ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. I gave 10 lakh rupees to obtain the value of share worth 7,56,000. 10 ലക്ഷം രൂപ കൊടുത്തു, 7,56,000 രൂപ വർത്തുള്ള ഷെയർസ് എനിക്ക് കിട്ടി. സോ ഇറ്റ്സ് ലൈക്ക് ഐ എം പേയിങ് എക്സ്ട്രാ 2,44,000. എന്തിനായിരിക്കും ഞാൻ ചെയ്യുന്നത്, ഭാവിയിൽ എനിക്ക് എന്തായാലും എങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടിയേക്കാം എന്ന് വിചാരിച്ചിട്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ആൻ അസറ്റ് ടു മീ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, ഗുഡ് വിൽ. ലേമൻ ടൈമിൽ നോക്കുമ്പോൾ നമ്മളിതൊരു നഷ്ടക്കച്ചവടം പോലെ ഒന്ന് ഫീൽ ചെയ്യും അല്ലേ, ശരിക്കും അത് നഷ്ടക്കച്ചവടമാണോ, അല്ല. ഇത്ര ആലോചിച്ചത് ടാറ്റയുടെ ഷെയർ ആ ഒരു ആംഗിൾ ചിന്തിച്ചാൽ യു ഗെറ്റ് ഇറ്റ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 9. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 to സ്റ്റെപ്പ് നമ്പർ 9 ഇസ് ഡൺ. ഞാൻ പറഞ്ഞു 1 to 9 വരെ ചെയ്താൽ മതി, കാരണം 10 കൺസോളിഡേറ്റഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്
ആ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ എത്രയാണ് തന്നിട്ട് എന്ന് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് വൈ. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 to 9 കഴിഞ്ഞു. ഇനി ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്: ഷോ ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇയർ. ഓരോ വർഷത്തെ മൈനോറിറ്റി ഇൻട്രസ്റ്റും കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഫോർ ഈച്ച് ഇയർ എന്ന് നമ്മൾ പറയുമ്പോൾ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർ യു, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. ദ എമൗണ്ട് ഈസ് കോൺസ്റ്റന്റ് എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഞാൻ 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും ഐ ബി ടെല്ലിങ് ദാറ്റ് സ്റ്റോറി. അപ്പുകുട്ടൻ്റെ അല്ലെങ്കിൽ ഇന്നസെന്റിന്റെ കേസ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ സ്റ്റോറി പറയത്തുള്ളൂ. ഞാൻ അതിന് മാറാൻ പോകുന്നില്ല, ആണല്ലോ. സോ മൈ കോസ്റ്റ് ഓഫ് കൺട്രോൾ വിൽ ബി കോൺസ്റ്റന്റ്. അതാണ് അതിൻ്റെ റീസൺ. ബിക്കോസ് മൈ സ്റ്റോറി വിൽ ബി സെയിം. ഞാൻ ഇത്ര പൈസ ഒക്കെ കൊടുത്തു, അതായത് ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തു, ആൻഡ് ഐ ഗോട്ട് എ ഷെയർ വർത്ത് ഓഫ് 7,56,000 ഓൺ ദാറ്റ് ഡേ, ആൻഡ് മൈ ഗുഡ് വിൽ സോ ആൻഡ് സോ ഇസ് 2,44,000. എന്ന് തന്നെ ഞാൻ 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും ഞാൻ പറയുമ്പോൾ എല്ലാ വർഷം അവസാനം ഞാൻ പറയുമ്പോൾ ആ കഥയാണല്ലോ. സോ ഞാനൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതും, ഒരു ടാബുലർ കോളം എഴുതാതെ. അതായത് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഗുഡ് is rupees 2,44,000 goodwill, which will be constant at each year end എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെൻറ്റൻസ് എഴുതും. മതി, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? x1 x2 x2 x3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. എന്നിട്ട് പിന്നെ റിപ്പീറ്റ് ഇട്ടിട്ട് 2,44,000 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. ഇതാണ് ICAR സജസ്റ്റഡ് ആൻസറിലൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ എഴുതാം. ബട്ട് ഇഫ് യു റൈറ്റ് ദിസ് വൺ സെൻറ്റൻസ് ഓൾസോ യു വിൽ ഗെറ്റ് ദി മാർക്ക്. കാരണം എക്സാമിന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് വൈ ഐ എം ടെലിങ് യു ദിസ് ഇസ് ദ മെത്തേഡ്. ഓക്കെ, കോസ്റ്റ് ഓഫ് കൺട്രോൾ ഫോർ ദി ഈച്ച് ഇയർ. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ദിസ് ഇസ് ദ ട്രിക്കി പാർട്ട്. ഫോർ ഈച്ച് ഇയർ എൻഡ്. ഓക്കെ, ഇതൊരു ഫോർമാറ്റാണ്. ജസ്റ്റ് റൈഡ് ഇറ്റ് വിത്ത് മീ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ട ഒരു ഫോർമാറ്റാണിത്. ഓക്കെ, പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിനുള്ളതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല. ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ ക്രൈറ്റീരിയ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. പർട്ടിക്കുലേഴ്സ് എത്ര കോളം ഉണ്ട് ഞാൻ നോക്കട്ടെ. ഞാൻ കാൽക്കുലേറ്റർ ഒന്ന് എടുത്തേക്കാം. എത്ര കോളം വേണ്ടി വരും നോക്കട്ടെ. റിസോഴ്സ് ആൻഡ് സർപ്ലസിന് 1 2 3 4 5 6 7 കോളം നമുക്ക് വേണ്ടി വരും അല്ലേ? 7 കോളം വേണ്ടി വരും. സോ 7 കോളമായിട്ട് നമുക്ക് വരയ്ക്കേണ്ടി വരും. അതൊരു വലിയൊരു ലൈൻ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കാം. 1 2 3 4 5 5 6 3 4 5 6 7. അപ്പോൾ ഞാൻ ഇവിടെ എഴുതും x1 x2 x2 x3 x3 x4 x4 x5 x5 x6 x6 x7 x7 x8 ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കോളം എഴുതും. ഇതെങ്ങനെയാണ് എനിക്ക് ഇത്ര കോളം കിട്ടി ഞാൻ പറഞ്ഞു. 1 2 3 4 5 6 7 കോളംസ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. സി, ഇതൊരു പ്രോഫിറ്റ്, അത് കഴിഞ്ഞിട്ടൊരു പ്രോഫിറ്റ്, അത് കഴിഞ്ഞിട്ടൊരു പ്രോഫിറ്റ്, അത് കഴിഞ്ഞിട്ടൊരു പ്രോഫിറ്റ്. ദെൻ ഐ ഗോട്ട് 1 more പ്രോഫിറ്റ്. സോ 1 2 3 4 5. ദെൻ ആഫ്റ്റർ ദാറ്റ് 2006ഉം 7ഉം പറഞ്ഞിട്ടുണ്ട്. That is 1 lakh and 1,50,000. So I got 7 columns over there. That is how I got it. ഇനി ഇത് presentation ആണ്, minority interest for the each year end. Then also you need to prepare one more also, which is, just a minute guys, let me put the copy. ഇതേപോലെ സെയിം കോളം ഒന്നും കൂടി നമുക്ക് വരക്കണം with the heading. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ആ ഹെഡിങ് എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചു തരാം. ഇവിടെ എഴുതി വെച്ചോ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ലോസ്
ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ബോൺ ബൈ ആരാണ്? കമ്പനിയുടെ പേരെന്താ? എ ലിമിറ്റഡ്. യെസ്, ബോൺ ബൈ എ ലിമിറ്റഡ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പോയിന്റ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ജസ്റ്റ് എ മിനിറ്റ്, ഐ വിൽ ഷോ യു. Minority interest can be positive or zero but can never be negative on the balance sheet. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാനത് ഒരു കോൾ ചെയ്തത്, കാരണം ഓരോ വർഷാവസാനമായിട്ട് അതിൻ്റെ ആവശ്യമുണ്ട്. സോ മേക്ക് ഷുവർ യു ഡ്രോ ദിസ് ലൈൻ ഓൾസോ. ഓക്കെ, ഇനി ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് ഹിയർ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് minority interest at date of acquisition. Okay, minority interest at the date of acquisition plus post reserves. ഇനി അടുത്തത് പ്ലസ് ഓർ മൈനസ് അങ്ങനെയായിട്ട് പോസ്റ്റ് റിസർവ്സ്. സോ യു വിൽ ഗെറ്റ് വൺ കോളം. അതും ഞാനിവിടെ ഒരു കോളം ഞാൻ ഇവിടെ വരച്ചേക്കാം. ഓക്കെ, യു ഗെറ്റ് എ കോളം. ദെൻ ആഫ്റ്റർ ദാറ്റ് plus loss borne by A Limited, if any, minus compensated loss to A Limited. ഇത് വേണം, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗറാണ് എന്ത്? എന്താണത്? ഞാൻ ഇവിടെ വേറൊരു കളർ എഴുതാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ x1 x2 ഉള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതന്നെ ഈച്ച കോപ്പി എഴുതിയാൽ മതി. $3,24,075,000 that you will be getting as 2,49,000, isn't it? 2,49,000, yes. You'll be getting as 2,49,000. There's no loss, there's no compensation. So the minority interest at the date of consolidation is 2,49,000. അപ്പോൾ ഓപ്പണിംഗ് അതേപോലെ തന്നെ ഇവിടെ എഴുതാം, 2,49,000. ഇതൊരു ടേബിൾ പോലെ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ വേണ്ട, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ബീങ് കമ്പ്യൂട്ടഡ്. പിന്നെ പ്ലസ് ഓർ മൈനസ് പോസ്റ്റ് റിസർവ്സ് അത് ഉണ്ട്. എന്താണ്? സെക്കൻഡ് പീരീഡ് ലോസ് ഉണ്ട് 4 lakh. ചിന്തിച്ച് നോക്ക്, ഞാൻ കഴിഞ്ഞ വർഷം ഇറ്റ് ഇസ് നോട്ട് കമ്മിങ് അറ്റ് ദ ടൈം ഗ്രാഫ്. ഞാൻ സെക്കൻഡ് പീരീഡിൻ്റെ ഒരു ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഈ ടൈം ഗ്രാഫിൽ വരില്ല, ഇറ്റ് ഇസ് കമ്മിങ് ബിഫോർ. സോ എവറിത്തിങ് ഇൻ റിലേഷൻ ടു ദിസ് പ്രോഫിറ്റ് ഓർ ലോസ് എവറിത്തിങ് വിൽ ബി ഗോയിങ് ടു പോസ്റ്റ് ആണല്ലോ. അപ്പോൾ പോസ്റ്റ് റിസർവ്സിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് കോളത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്റ്റെപ്പ് നമ്പർ 1 to 9 ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിത് ടൈം എന്താണ് വേസ്റ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, പോസ്റ്റ് റിസർവ് മൊത്തം വരും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു, ഈ ഒരു ടൈം ഗ്രാഫ് ആലോചിച്ചാൽ മതി. ബിക്കോസ് എവറിത്തിങ് ഇസ് കമ്മിങ് ബിഫോർ. ഇതൊക്കെ വരുന്നത് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഈ 4 lakh ലോസ്, യെസ് ഓർ നോ? ആ 4 lakh ലോസ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ. സോ വാട്ട് എവർ യു ഗെറ്റ് ദ ഷെയർ 30% കിട്ടുന്നോ, ഇതൊക്കെ എവിടെ പോകും? പോസ്റ്റ് റിസോഴ്സിലോട്ട് പോകും. അതെവിടെ ആയിരിക്കും? മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ഡേറ്റ് ഓഫ് കൺസോൾട്ടേഷനിൽ പോകും. യെസ് ഓർ നോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ചെറിയ പാനായിട്ടിട്ട് ഞാൻ എഴുതാം, 4 lakh ഇൻറ്റു 30%, വിച്ച് ഇസ് ലോസ് ആണ്. 4 lakh ലോസ് ഇൻറ്റു 30%. അത് എത്രയായിരിക്കും? 4 lakh ഇൻറ്റു 30%, വിച്ച് കംസ് ടു 1,20,000. യെസ് ഓർ നോ? 1,20,000 rupees. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത്? 2,49,000 minus 1,20,000, that comes to 1,29,000, which is still in profit. Yes or no? അപ്പോൾ ലോസ് ബോൺ ബൈ എ ലിമിറ്റഡ് ഇല്ല, കോമ്പൻസേറ്റഡ് ലോസ് ടു എ ലിമിറ്റഡും ഇല്ല. സോ ഇറ്റ് കംസ് ടു 1,29,000. യെസ് ഓർ നോ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതും, ഇത് ഇപ്പോൾ ഇങ്ങനെ കാണിക്കട്ടെ, പോട്ടെ സാറില്ല, അത് ലാസ്റ്റ് ടൈം കാണിക്കാം. 1,29,000. ഓക്കെ, അതും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ വേണ്ട. ഇനി അടുത്തത് 1 lakh. ഇനി അടുത്ത് എന്താണ് വരുന്നത്? 2,50,000 കഴിഞ്ഞു, 4 lakh കഴിഞ്ഞു, 5 lakh വരുന്നത്. be writing in the small pen, and that will be better. 5 lakh, which is loss, into 30%. അപ്പോൾ 5 lakh into 30%,
I think it's 1,50,000, right? Yes, 1,50,000 rupees ലോസ് ആവുന്നിരിക്കുന്നത്. 29,000 മൈനസ് 1,50,000 എത്രയാണ് വന്നിരിക്കുന്നത്? -21,000 ആണ് വന്നിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ സീറോ ബട്ട് ക്യാൻ നെവർ ബി നെഗറ്റീവ്. അതുകൊണ്ട് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കോമ്പൻസേറ്റഡ് എന്താണ് ബോൺ ബൈ എ ലിമിറ്റഡ്. അപ്പോൾ 21,000 എ ലിമിറ്റഡ് ബോൺ ചെയ്യും. സോ ഇറ്റ് വിൽ ബി ഡാഷ് ആൻഡ് ഇയർ ഇറ്റ് വിൽ ബി 0 ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതാ 1 ഒന്നുമില്ല 2 ഇല്ല. സോ ഇവിടെ ഓപ്പണിംഗ് ഇല്ല, പ്ലസ് ബോൺ ബൈ എ ലിമിറ്റഡ് മൈനസ് സെയിം തിങ് എഴുതാം കോമ്പൻസേറ്റഡ് ബൈ എ ലിമിറ്റഡ്. ദാറ്റ്സ് ഇറ്റ്. ഇതങ്ങ് ഇവിടെ അങ്ങ് എഴുതിയിട്ട് പോകുക. ഓക്കെ, ലോസ് ബോൺ ബൈ എ ലിമിറ്റഡ് ആൻഡ് കോമ്പൻസേറ്റഡ് ബൈ എ ലിമിറ്റഡ്. ഞാൻ പോസിറ്റീവ് ഫിഗർ ഞാൻ ആബ്സൊല്യൂട്ട് ഫിഗേഴ്സിൽ തന്നെ ഇവിടെ എഴുതി പോകുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് കാണിക്കും 2023 ആൻഡ് ലോസ് ബോൺ ബൈ എ ലിമിറ്റഡ് ഇസ് 21,000 ആൻഡ് ഇറ്റ് ഈസ് നത്തിങ്. കോമ്പൻസേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ 21,000 ഇറ്റ്സ് ഡൺ ഓവർ ഹിയർ. അപ്പോൾ 21,000. ഇനി അടുത്തത് ഓപ്പണിംഗ് ഇല്ല, 0. ഇവിടെയും ഒന്നുമില്ല. സോ 4 lakh കഴിഞ്ഞു, 5 lakh കഴിഞ്ഞു. പിന്നെ ഒന്നുണ്ട് 1,20,000. സോ 1,20,000 into 30%. Yes. For 1,20,000 into 30%, that comes to 36,000 rupees is loss. അപ്പോൾ ഇവിടെ വീണ്ടും 36,000 വന്നു. ഞാൻ എന്താ പറഞ്ഞത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ക്യാൻ ബി 0 ഓർ പോസിറ്റീവ് ബട്ട് ക്യാൻ നെവർ ബി നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫിഗർ ഉണ്ടെങ്കിൽ 36,000 എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യുക. ദെൻ ഇറ്റ് കംസ്, ദെൻ സ്റ്റിൽ വിൽ ബി 0. ഇനി ഇവിടെയും കാണിക്കുക. ഓപ്പണിംഗ് 21,000. Then comes here 36,000. Here it's 0. അപ്പോൾ 36,000 plus 21,000, that comes to 57,000 over here. 57,000 രൂപ വരും. അപ്പോൾ 57,000 it will be opening over here. ഓക്കെ, 57,000 ഇവിടെ ആയി. അപ്പോൾ ഇവിടെ വീണ്ടും 0 വന്നു. ഇനി 2005-06 എന്താണ് വന്നിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് thereafter in 2005-06 experienced a turnaround and registered an annual profit of 50,000. യെസ്, 50,000 പ്രോഫിറ്റ് വന്നു. 50,000 into 30%, which comes to 15,000, right? ഓക്കെ, 15,000. യെസ് ഓർ നോ? അപ്പോൾ എനിക്കിവിടെ 15,000 ഉണ്ട്. പോസിറ്റീവ് ആണ്, സമ്മതിച്ചു. പക്ഷേ എൻ്റെ പാസ്റ്റ് ലോസസ് ആര് ബോൺ ചെയ്തിട്ടുണ്ട്? എ ലിമിറ്റഡ് ബോൺ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഹാസ് ആൻ ഓപ്പണിംഗ് ഓഫ് 57,000. സോ ഐ ഹാവ് ടു കോമ്പൻസേറ്റ് ദം ആണല്ലോ. അപ്പോൾ 15,000 കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് മൈനസ് ചെയ്തിട്ട് 15,000 ഇവിടെ കാണിക്കും. കോമ്പൻസേറ്റഡ് ദ ലോസ് ടു എ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ 0 ആയിട്ട് വരും. പിന്നെ ഈ 57,000 അവിടെ വീണ്ടും ഇവിടെ 15,000 കുറച്ച് കഴിഞ്ഞിട്ട് വാട്ട് വിൽ ബി ദ റെസ്റ്റ്? 57,000 മൈനസ് 15,000, ദാറ്റ് കംസ് ടു 42,000. ഇസ് ദിസ് ക്ലിയർ? ദാ ഒരു പേജായിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, I hope you're seeing the clarity over here. Okay, 42,000 വന്നു. ഇനി 2006-07 അതും 0 ആയി. എന്താണ്? 50,000 പ്രോഫിറ്റ്. ഇനി അടുത്തത് 2006-07 എന്താണ് വന്നിരിക്കുന്നത്? 1 lakh പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, 1 lakh പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 1 lakh into 30%. എന്താണ് വന്നിരിക്കുന്നത്? 1 lakh into 30%, that comes to 30,000. അപ്പോൾ 30,000 വന്നു. യെസ്, 30,000 ഉണ്ട്, ശരിയാ. പോസിറ്റീവ് ആകാൻ 0 ബട്ട് ക്യാൻ നെവർ ബി നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഭാവിയിലല്ല പാസ്റ്റിൽ ലോസസ് ബോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, എ ലിമിറ്റഡ് ലോസസ് ബോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി സെറ്റ് ഓഫ്. ഇതാണല്ലോ നമ്മളിവിടെ പറഞ്ഞത്. ഇഫ് എന്താ ഇൻ കേസ് ഓഫ് വിൽ ബി ബോൺ ബൈ പേ ലിമിറ്റ് സബ്സിക്വൻ്റ്ലി ഇഫ് മൈൻഡ് ബിക്കംസ് പോസിറ്റീവ് ഇറ്റ് നീഡ്സ് ടു ബി സെറ്റ് ഓഫ് വിത്ത് ദ പേരന്റ് കമ്പനി എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി കോമ്പൻസേഷൻ പോലെ, റീഇംബേഴ്സ്മെന്റ് പോലെ എന്ന് നമ്മൾ പറഞ്ഞു. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ 30,000 ആണ് എനിക്ക് പ്രോഫിറ്റ് ടേൺ അറൗണ്ട് ആയിട്ട് കിട്ടിയത്. പക്ഷേ എൻ്റെ പാസ്റ്റ് ലോസ് ഇപ്പോഴും എത്ര കിടക്കുന്നുണ്ട്? 42,000 ബാലൻസ് കിടപ്പുണ്ട്. യെസ് ഓർണോ? അപ്പോൾ മൊത്തം 30,000 എന്ത് ചെയ്യണം? ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. യെസ് ഓർണോ? മൊത്തം ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഇവിടെ 0 ആയി. പിന്നെയും 42,000 അവിടെ പിന്നെയും ഞാൻ 30,000 എന്ത് ചെയ്യണം? ഇവിടെയും കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. 42,000 മൈനസ് 30,000, ദാറ്റ് കംസ് ടു 12,000 rupees. വീണ്ടും ലോസ് ഉണ്ട്, ഓപ്പണിംഗ് ലോസ് 12,000 rupees. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? ഓപ്പണിംഗ് 0. ഇനി അടുത്ത് എന്താണ്? ഡ്യൂറിങ് ദി ഇയർ പ്രോഫിറ്റ് എത്ര കിട്ടി? 1,50,000 കിട്ടി.
1,50,000. യെസ്. അപ്പോൾ 1,50,000-ൻ്റെ 30% എത്രയാണ് വന്നിരിക്കുന്നത്? ഇൻറ്റു 30%, ദാറ്റ് കംസ് ടു 45,000. യെസ്, 45,000. 45,000. സെയിം കേസ്. ക്യാൻ ബി പോസിറ്റീവ് 0 ബട്ട് ക്യാൻ നെവർ ബി നെഗറ്റീവ്. പോസിറ്റീവ് ആണ്, വെൽ ആൻഡ് ഫൈൻ. പാസ്റ്റിൽ എന്തെങ്കിലും ലോസസ് ബോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. പാസ്റ്റിൻ്റെ ലോസസിൽ എത്രയാണ് ബാലൻസ് കിടക്കുന്നത്? 12,000 രൂപ ഉണ്ട്. ദിസ് 12,000 rupees നീഡ്സ് ടു ബി കോമ്പൻസേറ്റഡ്. അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 45,000 മൈനസ് 12,000, ദാറ്റ് കംസ് ടു 33,000. ഇവിടെ എന്തായിരിക്കും? 12,000 മൈനസ് ചെയ്ത് വന്നിട്ട് ഇവിടെ എന്തായിരിക്കും? 0 എന്ന് കാണിക്കും. സോ ദിസ് ഇസ് ഹൗ ദ പ്രസൻറ്റേഷൻ ഇറ്റ് ഷുഡ് ബി. ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്സ്. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കാണിക്കുക. പിന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഫോർ ദി ഈച്ച് ഇയർ എൻഡ്. ഇത് ഫസ്റ്റ് ആൻസർ, ദിസ് ഇസ് യുവർ സെക്കൻഡ് ആൻസർ, ദിസ് ഇസ് യുവർ തേർഡ് പാർട്ട്. 3 പാർട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 7 കോളം വരച്ചിട്ട് യു ക്യാൻ റൈറ്റ് 2,44, 2,44, 2,44 ആസ് ഇറ്റ് ഇസ്. ഇറ്റ്സ് അപ് ടു യു. റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ്. പക്ഷേ ഇങ്ങനെ ഒരു 1 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എന്താ പറയുക മാർക്ക് കിട്ടുന്ന രീതിയിലാകും. കട്ട് ചെയ്യാനോ ഒരു അർഹത ഇല്ല അവർക്ക്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഏത് ആംഗിളാണ് അവർ കളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് ടൈം എത്രയും പെട്ടെന്ന് സേവ് ആക്കുന്നത്. അതാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ജസ്റ്റ് റൈറ്റ് എ പ്രോപ്പർ സെൻറ്റൻസ് ഓഫ് ദാറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ പ്രസൻറ്റേഷൻ ക്രൈറ്റീരിയ ഞാനിപ്പോൾ കാണിച്ചിരിക്കും. ഞാൻ കുറച്ച് ഷോർട്ട് ഫോംസ് ഞാൻ അവിടെ യൂസ് ചെയ്തത്. ഡോണ്ട് യൂസ് ഷോർട്ട് ഫോംസ് ഓൺ യുവർ എക്സാം. ഐ റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. ഡോണ്ട് യൂസ് ദ ഷോർട്ട് ഫോംസ്. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഇങ്ങനെ എഴുതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ആ സ്പീഡും കൂടി അനുസരിച്ചാകുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടത്തേ ഉള്ളൂ. വെറുതെ എന്തിനാണ് ഞാനത് കൂട്ടുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് ഈസ് വൈ. അപ്പോൾ ഇതാണ് വരുന്നത്. ആൻസർ കീ നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് ചെക്ക് ദി ആൻസർ കീ. ഇവർ ഒറ്റ ടേബിളിലായിട്ട് ഇങ്ങനെ കാണിച്ചേക്കുന്നത്, അതായത് ഒറ്റ ടേബിൾ തന്നെ എല്ലാ ഉത്തരം കാണിച്ചിട്ടുണ്ട്. ഞാൻ 3 ടേബിൾ സ്പ്ലിറ്റ് ആയിട്ട് കാണിച്ചു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കോസ്റ്റ് ഓഫ് കൺട്രോൾ എല്ലാ വർഷാവസാനം 21-22 2,44, 2,44, 2,44, 2,44, 2,44, 25-26 2,44, 2,44. ഇവരെ എല്ലാ കൊല്ലം അത് എഴുതി കാണിച്ചു. ഞാൻ എന്ത് ചെയ്തു? ഒറ്റ സെൻറ്റൻസിലായിട്ട് അത് എഴുതി കാണിച്ചു, അത്രേ ഉള്ളൂ. ജസ്റ്റ് റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ പ്രോപ്പർ എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്താൽ മതി. കാരണം നമുക്ക് ടൈം ഇഷ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അത് ഈച്ച് ഇയർ ആൻഡ് എന്താണ്? ഫസ്റ്റ് ഞാൻ 2,49 കാണിച്ചു. 21-22 മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര വന്നിരിക്കുന്നത്? 21-22 2,49. പിന്നെ 22-23 തിരഞ്ഞെടുക്കുന്നത് 1,29,000. അതന്നെയല്ല എൻ്റെ ഉത്തരം, 1,29,000. പിന്നെ അടുത്ത് എന്താ വന്നിരിക്കുന്നത്? 0, പിന്നെ 0, പിന്നെ 0 വന്നിട്ടുണ്ട്. യെസ് ഓർ നോ? 0, 0, 0. 26-27 എത്ര വന്നിരിക്കുന്നത്? 0 വന്നിട്ടുണ്ട്. അതും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, 0. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇന്ന് 27-28 എന്തായിരിക്കും ബാലൻസ്? 33,000. എന്താണ് വന്നിരിക്കുന്നത്? 33,000. സി, എനിക്കറിയാം ഈ ഒരു ആൻസർ കീ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് വന്നേക്കാം. പക്ഷേ ഈ ഒരു ഞാൻ ഫ്ലോ കാണിച്ചതിൽ ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലാരിറ്റി അബൌട്ട് ഇറ്റ്. ഇനി ലോസ് ബോൺ ബൈ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ലോസ് ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ബോൺ ബൈ എ ലിമിറ്റഡ്. അതിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം. ലോസ് ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്, മൈനോറിറ്റി ഷെയർ ഓഫ് ലോസ് ബോൺ ബൈ എ ലിമിറ്റഡ് 21,000. അത് ഏത് ഇയർ ആണ്? 23-24, 21,000. പിന്നെ അടുത്ത് എന്താ വന്നിരിക്കുന്നത്? 57,000, 24-25. അതും എത്ര വന്നിരിക്കുന്നത്? 57,000. പിന്നെ അടുത്ത് എന്താ വന്നിരിക്കുന്നത്? 42,000. അതും ഞാൻ കാണിച്ചിട്ടുണ്ട്, 42,000. പിന്നെ അടുത്ത് എന്താ വന്നിരിക്കുന്നത്? 12,000. അതും ഞാൻ കാണിച്ചിട്ടുണ്ട്, 12,000. പിന്നെ അടുത്ത് എന്താ വന്നിരിക്കുന്നത്? 0. അതും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 0. സി, ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടത്. പ്രസൻറ്റേഷൻ ക്രൈറ്റീരിയയിൽ നമുക്ക് എങ്ങനെയാണ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് AS21 പറഞ്ഞിട്ടില്ല, ഇങ്ങനെ തന്നെ കാണിക്കണം എന്ന് AS21 പറഞ്ഞിട്ടില്ല. സോ ദ പ്രസൻറ്റേഷൻ ഇസ് ഇൻ അവർ ഹാൻഡ്സ്. സോ ഇഫ് യു പ്രസൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഓൾസോ യു വിൽ ഗെറ്റ് ദി മാർക്ക്. ആ നമ്മുടെ ICAയുടെ ഇല്ലസ്ട്രേഷനേക്കാളും ഒന്നും കൂടി വൃത്തിയുള്ളത് ഇതായിരിക്കുമല്ലോ പിന്നീട് നോക്കുമ്പോൾ. ഐ ഹോപ്പ് സോ ഇതായിരിക്കും ഒന്നും കൂടി വൃത്തിയുള്ളതെന്ന് തോന്നുന്നു. അല്ലാന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് എന്താ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് മാറ്റി പിടിക്കാം, ഒരു കുഴപ്പമില്ല. ബിക്കോസ് യു ഗൈസ് ആർ ലിസണിങ് ടു ദിസ് വീഡിയോ. ഇതല്ല പ്രസൻറ്റേഷൻ, എനിക്ക് വേറൊരു പ്രസൻറ്റേഷൻ കാണിച്ചാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം, നോ പ്രോബ്ലം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ 4 ഇസ് ഡൺ. എങ്ങനെയാണ് 2,44 കിട്ടി? ഞാൻ സ്റ്റെപ്പ് നമ്പർ 1 to 9 വെച്ച് കാണിച്ചു. വെറുതെ ഇനി വീണ്ടും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഐ ഹാവ് ഷോൺ ഇറ്റ്. That's it. So illustration 4 is done over here. I hope it's a clarity for you. Now let's move ahead with the next illustration. But before that, take a short breather. Then accordingly we will go with that. ഞാൻ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടേക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ.